ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് കോഴൽമന്നം വെള്ളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ കന്നുകൂട്ട് നടക്കുന്നുണ്ട്, കന്നുകൂട്ട് മത്സരം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ തെളിക്കായിട്ട് വന്നിട്ടുള്ള കന്നുകൂട്ടിനൊക്കെ അതിൽ വന്നിട്ടുള്ള പോത്തുകളാണ് കേട്ടോ. ഞാൻ പുത്തന്നൂരാണ്. പുത്തന്നൂരിലെ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറിന്റെ പോത്താണ് ഒന്ന് ഇപ്പൊ തേർഡ് കിട്ടിയിട്ടുണ്ട്. തേർഡ് പ്രൈസ് അടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നല്ല എക്സ്പീരിയൻസ് നല്ല ഉണ്ട്. ഓരോ വർഷങ്ങൾക്ക് ശേഷം നമുക്കൊരു തേർഡ് പുത്തന്നൂരിലെ ചെന്താമര എന്ന ആളുടെയും വാർഡ് മെമ്പർ രണ്ടുപേരും വാർഡ് മെമ്പർമാരുടെ പോത്തുകളാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കന്നുകളിയിലെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താ പേരെന്താണ്? ഉണ്ണികൃഷ്ണൻ. അതെ, ഒരുപാട് വർഷമായില്ലേ? ഒരുപാട് വർഷം, 45 വർഷമായി. അതെ, കന്നുകളിയിലെ രാജാവ് എന്നറിയപ്പെടുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് ഇവിടെ ഉള്ളവർക്കൊരു ഉത്സവം പോലെയാണ്. അതായത് അത്രയ്ക്ക് മാത്രം ഉണ്ട് നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നല്ലൊരു ഇതാണ് ഇത്, നല്ലൊരു ആംബിയൻസ് ആണ് ഇതൊക്കെ കണ്ടിക്കുക എന്ന് പറഞ്ഞാൽ. മത്സരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എണ്ണക്കടികൾ, അതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അങ്ങനത്തെ ഇതെല്ലാം ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് വേറിട്ടൊരു കാഴ്ച തന്നെയാണ്. ഇതിനു വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ള തട്ടുകട പോലത്തെ കടകളാണിത്. അടുത്ത് കണ്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന കാളകളാണ് കേട്ടത്. എല്ലാം സെറ്റായി നിൽക്കുന്ന കാളകളാണ്, അടിപൊളി കാളകളാണ്. അപ്പോൾ പൂട്ട് കഴിഞ്ഞാൽ കാളകളെ നല്ല പരിപാലിക്കുന്നുണ്ട്. അതായത് അതെന്താണ് തേച്ച് കൊടുക്കുന്നത്? തുടച്ചു കൊടുക്കണല്ലേ? തുടച്ചു കൊടുക്കണം. ഓക്കെ. കുറേ പ്രൈസുകൾ നിരത്തി വെച്ചിട്ടുണ്ട്, ട്രോഫികൾ. അതിൽ ഏറ്റവും വലുതാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 10-30 പ്രൈസോളം ട്രോഫിയോളം ഇവർ ഉണ്ട് എന്ന് തോന്നുന്നത്. ഇപ്പോൾ ഒരു ഒട്ടനവധി പ്രൈസ് തന്നെ ഇവിടെ സജീവമാക്കി വെച്ചിട്ടുണ്ട് കമ്മിറ്റിക്കാർ. നമ്മുടെ കൂട്ടുകാരനാണ്, ഉസൻകുട്ടി എന്നാണ് പേര്, കോങ്ങാടുള്ളതാണ്. അപ്പം അവൻ മുഖേനയാണ് ഞാനിവിടെ എത്തിയത്. അവൻ്റെ ഒപ്പം വന്ന കൂട്ടുകാരാണ്. നിങ്ങൾക്ക് കോങ്ങാടിനല്ലേ? കുട്ടൻകാള എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ കാള ഉണ്ടല്ലേ? സെറ്റ് ഒരു ജോഡി. ആ, നമ്മളിപ്പോഴത്തെ യൂട്യൂബേഴ്സ് ഒരുപാട് പേര്, ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ തൊട്ട് കാണാൻ തുടങ്ങിയത്. വയസ്സാണാലും സംഘർപ്പാണ് പ്രധാനം. മൂപ്പർക്ക് ഏത് കാലിന് എങ്ങനെ വേണമെങ്കിലും മൂപ്പര് അതിന് പൂട്ടും. അതിന് യാതൊരു മാറ്റമില്ല. നമുക്ക് അത്രയും പ്രായത്തിലൊരു കൂട്ടുകാരൻ എങ്ങനെ കിട്ടാൻ ഞങ്ങളുടെ ഭാഗ്യം. കണ്ണൂട്ടൻ കാലനാണ് ഉണ്ണികൃഷ്ണന എന്റെ മുന്നിൽ കന്നുകൂട്ടൻ മുട്ടൻചാലി പറഞ്ഞു. ഇത് മംഗലശ്ശേരി നീലകണ്ഠൻ. കടമ്പൂരി വേണോ? ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ. ബിരിയാണി 100 രൂപയാണ്. ഞാനും ഒരു ബിരിയാണി മേടിച്ചു കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ മസാല സോഡ, സർബത്ത്, ഇവ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കാളപൂട്ടിലെ രാജാവാണ് നിൽക്കുന്നത്. കണക്കാതെ നെറ്റിപ്പട്ടം പോലെ അതിന്റെ കയറ് കാര്യങ്ങൾ എല്ലാം സെറ്റാക്കിയിട്ട് നല്ല സുന്ദരനാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനൊക്കെ നമ്പർ 1 രാജാവാണ് കേട്ടാ. അഴകിയ രാവണനാണ്. കണ്ടവന്റെ നൃത്തം കണ്ടോ? സൂപ്പറായിട്ട്. പടക്കളത്തിലെ ചെറിയൊരു രാജാവാണ് അവൻ. അവൻ്റെ പേരെനിക്കറിയില്ല.
നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ ഇപ്പോൾ ഒരു സെൽഫി വീഡിയോ എടുക്കുകയാണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള താരാണ്. സബ് ജൂനിയർ, പിന്നെ ജൂനിയർ, പിന്നെ സീനിയർ, അങ്ങനെ 3 വിഭാഗമായിട്ടാണ് കാളപൂട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ കാളപൂട്ടിന് വേണ്ടിയിട്ട് വന്ന കന്നുകളാണ്. നല്ല രസമുണ്ട് ഇതിനെ കാണാനായിട്ട്. ഇതെല്ലാം കാളപൂട്ടിന് വന്ന കന്നുകളാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് ടൈം ഒരുപാടാവും ഇത് അവസാനിക്കണമെങ്കിൽ. അപ്പോൾ ഏകദേശം ഫിനിഷിംഗ് റൗണ്ട് ആയിട്ടുണ്ട്. ഇനി പ്രൈസ് കൊടുക്കൽ ചടങ്ങാണ്. എന്തായാലും അടുത്ത വീഡിയോയുമായി ഇനിയും വരാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.